ഇപ്സ്റ്റർ ഇഷ്യൂ പറ എടാ ഇപ്സ്റ്റർ ഇഷ്യൂ ഒന്നുമില്ലടാ. ഞാൻ വരുന്നാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഈ ഗെയിമർ ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്കിപ്പോ സിനിമ ഇതാണ് താല്പര്യം. അത്രയും ആഗ്രഹിച്ചിട്ടോ സിനിമയിലേക്ക് പോയത്. എനിക്ക് അതാണ് ഇത്. എനിക്ക് വരാൻ താല്പര്യമില്ല. ഗെയിം ഈ സ്ട്രീമിലൊന്നും അങ്ങനത്തെ ഇതൊന്നും താല്പര്യം ഇല്ല എന്ന് പറഞ്ഞത്. കാരണം വെച്ചാ ഒന്നുമില്ല. ഞാൻ ആ ചാറ്റ് കാണിക്കുന്നില്ല. കാരണം അത് നെഗറ്റീവ് ആണ്. അതായത് ഫ്യൂച്ചറിൽ എപ്പെങ്കിലും വരാൻ ചാൻസ് ഉണ്ടാകും. ഇപ്പൊ ഇവൻ വരുമോ ഇല്ലയോ എന്നൊരു ഉറപ്പ് കാണുമല്ലോ. എപ്പെങ്കിലും ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവൻ വരുമോന്ന് അറിയണല്ലോ. അങ്ങനെ എപ്പെങ്കിലും ഫ്യൂച്ചറിൽ എപ്പോഴും വരാൻ സാധ്യത ഉണ്ടാന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല, നവർന്നാ പറഞ്ഞത്. ഒരിക്കലും വരില്ല എന്നുള്ള ഇതിലാ പറഞ്ഞത്. എനിക്കറിയില്ല എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പണ്ട് ഭയങ്കര കമ്പനിയായിരുന്നു. പണ്ട് നല്ല ഇതായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇപ്പൊ സംസാരിക്കുന്നതെല്ലാം ഫുൾ മാറി. ഓൻ പറയുന്നത് വെച്ചാൽ സിനിമയാണ് എൻ്റെ ജീവിതം. അത്രയും ആഗ്രഹിച്ച് ഞാൻ സിനിമയിലേക്ക് പോയത്. നിന്റെ വന്ന് ഈ ലോക്കോ ഇതെല്ലാം വിട്ടിട്ട് ഞാൻ പോയത് ഇന്ന് അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താന്ന് എനിക്കറിയില്ല. കിക്ക് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം സ്ട്രീമിൽ കൊണ്ടുവരാൻ പറഞ്ഞ. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അവനോട് ചോദിച്ചല്ലാണ്ട് ഓനൊക്കെ കൊണ്ടുവരാൻ അത്ര ആഗ്രഹം ഉണ്ടായിട്ടല്ല.